നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെ ആ വേദിയിൽ പലരും മിസ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ നിറയെ കമന്റുകളും കണ്ടന്റ് ക്രിയേഷൻസും റീൽസും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി സതീശന്റെ പുതുയുഗ യാത്ര കഴിഞ്ഞ ദിവസം കുറ്റ്യാടിയിലെത്തിയപ്പോൾ വേദിക്കകത്ത് ചാടിക്കയറി മുന്തിയും തള്ളിയും ഒക്കെ തന്നെ സംഭവ ബഹുലമായിരുന്നു. അത് കോമഡിയായി, ചളമായി, കുളമായി എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതിനെ ഇത്രയെങ്കിലും ആവേശത്തോടു കൂടി കണ്ടത് ഇപ്പോൾ കോൺഗ്രസ് പുറത്തു നിർത്തിയിരിക്കുന്ന രാഹുൽ തന്നെയാണ്. തിക്കും തിരക്കും പിടിവലിയും ജനസാഗരമായി പുതുയുഗ യാത്ര എന്നാണ് പറയുന്നത്. എന്നാൽ ആദ്യത്തെ ആ 3 വരി കാണുമ്പോൾ തന്നെ കോൺഗ്രസിനിട്ട് ട്രോളുകയാണോ എന്ന് പോലും നമുക്ക് തോന്നിപ്പോകും. പക്ഷെ അങ്ങനെയല്ല. പുതുയുഗ യാത്ര ആവേശമെന്ന് പറഞ്ഞുകൊണ്ട് വി സതീശനെ കസേരയിൽ ആവേശത്തോടു കൂടി എടുത്തുയർത്തുന്നതും ഷാഫി പറമ്പിലിനെ ആ തിക്കിലും തിരക്കിൽ നിന്ന് ആവേശത്തോടെ കയറ്റുന്നതും ഒക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോയായി ചിത്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കമന്റ്, രാഹുൽ നിങ്ങൾ കൂടി ഈ കൂട്ടത്തിൽ വേണമായിരുന്നു എന്നുള്ളതാണ്. പിടിക്കാനും വലിക്കാനും പോയത് കൊണ്ടാണല്ലോ നിന്നെ കോൺഗ്രസ് നിന്ന് പുറത്താക്കിയതെന്ന് പറഞ്ഞുകൊണ്ട് രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണവും വരുന്നുണ്ട്. നീ ജനങ്ങളുടെ മനസ്സിലാണ് രാഹുലെ, നീ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്. രാഹുൽ നിങ്ങളില്ലാത്തത് വളരെ വിഷമമുണ്ടാക്കി. നിങ്ങൾ തിരിച്ചു വരണം, പ്രാർത്ഥിക്കാം. രാഹുൽ ജീവിതത്തിൽ കുറച്ച് മൊറാലിറ്റിയും സൂക്ഷ്മതയും പുലർത്തിയിരുന്നുവെങ്കിൽ ഈ ജാഥയുടെ മുന്നിൽ നിൽക്കേണ്ട ആളായിരുന്നു. ഇനിയെങ്കിലും വന്നുപോയ തെറ്റുകൾ തിരുത്തി ഒരു പൊതുപ്രവർത്തകന് വേണ്ടി വിശുദ്ധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുക. പഴയതിനേക്കാൾ ആർജവത്തോടെ പാർട്ടിയിൽ തിരിച്ചു വരാൻ കഴിയട്ടെ. വെയിറ്റിംഗ്. നിങ്ങളുടെ ശബ്ദം അനിവാര്യമാണ്. വളരെ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പൊളിച്ചടുക്കി തിരിച്ചു വാ മുത്തേ, ഒരു കൂട്ടമേ ഇറക്ക് നിങ്ങളുടെ കൂടെ എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഗോവിന്ദൻ മാഷെ യാത്രയൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദൻ മാഷിന്റെ യാത്രയിൽ ആരും ഇല്ലാത്തതും ബംഗാളികൾ വന്ന് നിലന്നതുമൊക്കെയുള്ള ട്രോളുകളും വരുന്നുണ്ട്. ലീഗ് ഇല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കൂ. മറ്റുള്ള സ്ഥലത്ത് ഇത്രയും ആളെ കാണിക്കാൻ പറ്റുമോ? ലീഗ് ഉള്ളത് കൊണ്ട് UDF പിടിച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. മോനെ, ഇതിലും തിക്കും തിരക്കും ഉണ്ടാകും. മോൻ ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് വരണേ, മോൻ ഇറങ്ങു വേഗം എന്ന് പറയുന്നുണ്ട്. നികത്താനാകാത്ത കുറവ് രാഹുൽ നിങ്ങളായിരുന്നു എന്ന് പറയുന്നു. അതൊക്കെ ഗോവിന്ദന്റെ യാത്ര. നിരത്തിയ കസേരയിൽ പോലും ഇരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവിടെ തിക്കുമില്ല തിരക്കുമില്ല എന്ന് പറയുന്നു. എന്തായാലും രാഹുൽ നിങ്ങൾ വേണമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ചാനലിലെ ഡിബേറ്റുകൾ കാണുമ്പോൾ എപ്പോഴും നിങ്ങളെ ഓർക്കും. നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയട്ടെ. മിക്കവാറും ഗോവിന്ദന്റെ ജാഥ നിർത്തിവെക്കാൻ സാധ്യത ഏറെയാണ്. ബ്രോ, നീ എത്രയും പെട്ടെന്ന് വാ. നിന്റെ ഒരു കുറവുണ്ട്. താങ്കളും ഉണ്ടാവേണ്ടതായിരുന്നു സഹോദര ആ കൂട്ടത്തിൽ എന്നാണ് നിരവധി ആളുകൾ പറയുന്നത്. എന്തായാലും മുത്തേ തിരിച്ചു വരും, നീ സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. രാഹുലിനെ ഇഷ്ടമാണ്, രാഹുൽ കേറിവാ മുത്തേ എന്ന് നിരവധി ആളുകൾ പറയുന്നു. എന്തായാലും ആ ഒരു ആവേശഭരിതമായ ആ ഒരു വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുറവ് അത് നികത്താനാകാത്ത കുറവ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും പുതുയുഗ യാത്ര കുറ്റ്യാടിയിൽ എത്തിയപ്പോൾ കണ്ടത് രാഷ്ട്രീയ പ്രസംഗങ്ങളല്ല, മറിച്ച് സാക്ഷാൽ സിനിമയെ വെല്ലുന്ന ആക്ഷൻ രംഗങ്ങളായിരുന്നു. വേദിയിലെ ഉന്തും തള്ളും പിടിവലിയും ദൃശ്യങ്ങൾ സഹിതം പുറത്തു വന്നതോടുകൂടി ട്രോളർമാർക്ക് ചാകരയായി. ജാഥ ക്യാപ്റ്റൻ പ്രസംഗിക്കണോ അതോ ഷാഫി പറമ്പിൽ MP പ്രസംഗിക്കണോ എന്ന തർക്കമൊടുവിൽ കയ്യാങ്കളിയിൽ എത്തിയതോടുകൂടിയാണ് സോഷ്യൽ മീഡിയയിൽ ചിരിപ്പൂരമായത്. എന്തായാലും ഈ ചിരിപ്പൂരം ഇപ്പോൾ ട്രോളന്മാർ ആറാടുകയാണെന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിലെ കോമഡി സീനുകളെ വെല്ലുന്ന രീതിയിലായിരുന്നു കുറ്റ്യാടിയിലെ മൈക്ക് തർക്കം. ഇതിനെ ആസ്പദമാക്കി ഇറങ്ങിയ ചില പ്രധാന ട്രോളുകൾ നോക്കുമ്പോൾ ഷാഫിക്ക് സംസാരിക്കണമെങ്കിൽ മൈക്കിന് കൊങ്ങയ്ക്ക് തന്നെ പിടിക്കണോ എന്ന ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത്. ഷാഫിയെ മൈക്കിനടുത്തേക്ക് ബലമായി പിടിച്ചു വലിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ ട്രോളിന് ആധാരം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് കിട്ടിയില്ല എങ്കിൽ 150 കോൺഗ്രസുകാർ ആശുപത്രിയിലാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് എന്ന പരിഹാസവും സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ്. ലുലു മാളിലെ ഓഫർ സെയിലിനെ കാണില്ല ഇത്രയും അധികം ഉണ്ടും തള്ളും. ഐക്യമുന്നണിയിൽ ഇത്രയും വലിയ ഐക്യം ഇതിനു മുൻപ് കണ്ടിട്ടില്ലെന്നാണ് ട്രോളന്മാരുടെ മറ്റൊരു കണ്ടെത്തൽ. മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉന്തും തള്ളിനുമിടയിൽ താഴെ വീണതും ട്രോളന്മാർ ആയുധമാക്കിയിട്ടുണ്ട്. കോൺഗ്രസ് വേദിയിലെ ഈ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ എതിരാളികൾക്കും വലിയ വടിയായി മാറിയിട്ടുണ്ട്. ഐക്യമുന്നണിയിൽ എന്തൊരു ഐക്യമാണ്! കാലക്കേടിന് ഇവരുടെ കയ്യിൽ ഭരണം കിട്ടിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? പടച്ചോനെ ആലോചിക്കാൻ വയ്യ എന്നാണ് മുൻ മന്ത്രി KT ജലീൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. വസീഫിന്റെ ട്രോള്, യുഗം ഏതായാലും കോൺഗ്രസ് തന്നെ എന്ന ഒറ്റവരി കുറിപ്പിലൂടെ DYFI നേതാവ് വസീഫ് കോൺഗ്രസിന്റെ മാറാത്ത ഗ്രൂപ്പ് ശൈലിയെ പരിഹസിക്കുന്നുണ്ട്. പുതുയുഗമോ അതോ പുതുതല്ലയോ? സർക്കാരിനെതിരെ ജനവികാരം ഇളക്കിവിടാൻ ഇറങ്ങിത്തിരിച്ച പൊതുയുഗ യാത്ര സ്വന്തം പാർട്ടിക്കാരുടെ ഷോയാൽ വാർത്താ ശ്രദ്ധ നേടിയിരിക്കുകയാണ്. സമയക്കുറവ് മൂലം സംഭവിച്ച പാകപ്പിഴകയാണെന്ന് നേതൃത്വം ന്യായീകരിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ പുതിയ അധ്യായമായി കുറ്റ്യാടി ദൃശ്യങ്ങൾ മാറിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് വി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്ര പുരോഗമിക്കുമ്പോൾ ജനപങ്കാളിത്തം കൊണ്ട് പരിപാടി വൻ വിജയം തന്നെയാണ്. മലബാറിൽ യാത്ര പുരോഗമിക്കുമ്പോൾ വലിയ സ്വീകരണമാണ് യാത്രയ്ക്ക് ലഭിക്കുന്നത്. ഇതിനിടെയും കോൺഗ്രസുകാർ പതിവ് കലാപരിപാടികൾ മറയ്ക്കുന്നില്ലെന്നാണ്
മറക്കുന്നില്ലെന്നതാണ് പ്രത്യേകത. ഒരു വേദിയിൽ ഇടിച്ചു കയറി മൈക്ക് തിന്നുന്ന നേതാക്കളുടെ എണ്ണം കോൺഗ്രസിൽ ഇപ്പോഴും കുറവല്ല. കുറ്റ്യാടിയിൽ പുതുയുഗ യാത്രയുടെ വേദി ശ്രദ്ധ നേടിയത് ഒരു നേതാവ് മൈക്ക് ചാടിപ്പിടിച്ചതും നേതാക്കൾ കൂട്ടത്തോടെ വേദിയിൽ ഇടിച്ചു നിന്നതുമൊക്കെയാണ്. വേദിയിൽ അധ്യക്ഷ സ്ഥാനത്ത് DCC ജനറൽ സെക്രട്ടറി പ്രമോദ് കക്കട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. ചടങ്ങിൽ ഷാഫി പറമ്പിൽ MP പ്രസംഗിക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടാവുകയായിരുന്നു. സമയം വൈകിയതിനാൽ താൻ സംസാരിക്കുന്നില്ല എന്ന് ഷാഫി നിലപാടെടുത്തെങ്കിലും പ്രമോദ് അടക്കമുള്ളവർ നിർബന്ധം പിടിച്ചു. ഇതോടെ പ്രമോദ് മൈക്കിന് മുന്നിൽ എത്തിയപ്പോൾ ഷാഫി പറമ്പിൽ വട്ടം പിടിച്ചു. ഇതോടെ വേദിയിൽ നേതാക്കൾ തമ്മിൽ മസിൽ പിടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തിരക്ക് കൂടുമ്പോൾ പിന്നിൽ നിന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തള്ളലിൽ വീഴുകയും കുഴഞ്ഞു പോവുകയും ഒക്കെ ചെയ്തു. പരിപാടിയിൽ അല്പം ഗമ കാണിക്കാൻ വേണ്ടി മൈക്കിന് മുന്നിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു പ്രമോദ് കക്കട്ടിൽ. സതീശൻ പ്രസംഗിക്കുമ്പോൾ ചാനൽ ക്യാമറയിൽ ഇടം പിടിക്കാൻ വേണ്ടിയാണ് ഈ നേതാവിന് പിന്നിൽ ഇന്നത് എന്നാണ് പറയുന്നത്, ചുറ്റിക്കളിക്കുന്നത് എന്നാണ് പറയുന്നത്. മൈക്കിൽ ചാടി വീഴുന്നതും കാണാം. സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും സ്വീകരണത്തിനിടെ ഷാഫി പറമ്പിൽ നീരസം പ്രകടിപ്പിച്ചതാണ് വിവാദമായതെന്ന വിധത്തിലും റിപ്പോർട്ടുകളുണ്ട്. പ്രസംഗിക്കാൻ വിളിക്കാൻ വൈകിയതാണ് ഷാഫിയെ ചൊടിപ്പിച്ചത്. ജാഥ ക്യാപ്റ്റൻ VD സതീശന് മുമ്പായി സംസാരിക്കേണ്ടിയിരുന്നതാണ് ഷാഫി. എന്നാൽ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന DCC സെക്രട്ടറി പ്രമോദ് കക്കട്ടിൽ സതീശനെ സംസാരിക്കാനായി വിളിച്ചു. ഇതിനിടെ വേദിയിൽ നിന്ന് ഷാഫിയെ വിളിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. തുടർന്ന് ഷാഫിയെ വിളിക്കാനായി മൈക്കിനടുത്തേക്ക് നീങ്ങിയ പ്രമോദ് കക്കട്ടിലെ ഷാഫി തടയുകയായിരുന്നു. വിളിച്ചു കഴിഞ്ഞിട്ടാണോ തന്നെ വിളിക്കുന്നത് എന്ന് ഷാഫി ചോദിച്ചു. തുടർന്ന് വേദിയിൽ ചെറിയ തർക്കമുണ്ടായി. സതീശൻ തന്നെ തുടർന്ന് സംസാരിക്കുകയും പിന്നീട് സതീശന്റെ പ്രസംഗത്തിന് ശേഷം പ്രമോദ് കക്കട്ടിൽ ഷാഫിയെ സംസാരിക്കാനായി വിളിക്കുകയും ചെയ്തു. താൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷാഫി ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു, 100-ൽ കൂടുതൽ എണ്ണുമ്പോൾ കുറ്റ്യാടിയും എണ്ണിക്കൊള്ളൂ ഷാഫി പറയുകയായിരുന്നു. എന്നാൽ യാതൊരു പരിഭവവും പറച്ചിലും അവിടെ ഉണ്ടായിട്ടില്ല എന്ന് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ പ്രതികരിച്ചു. സ്വീകരണ സമ്മേളനം വൈകിയപ്പോൾ ഇനി തന്നെ വിളിക്കേണ്ട എന്ന് ഷാഫി പറഞ്ഞതാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. തങ്ങളുടെ പ്രതീക്ഷയേക്കാൾ ആളുകൾ എത്തിയപ്പോൾ ഉണ്ടായ ഒരു കൺഫ്യൂഷനാണ് എന്നതാണ് അവിടെ സംഭവിച്ചതെന്നും പ്രതികരിച്ചു. ജാഥ ക്യാപ്റ്റൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ആരും സംസാരിക്കേണ്ടതില്ലെന്നാണ് നിശ്ചയിച്ചിരുന്നത്. കുറെ നേതാക്കന്മാർ വേദിയിൽ ഉണ്ടായിരുന്നു. സീനിയറായ MK രാഘവൻ സംസാരിച്ചു. പിന്നീട് ഷാഫി പറമ്പിലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. സമയം വൈകിയത് കൊണ്ടാണ് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചത്. പ്രമോദ് കക്കട്ടിൽ പറയുന്നു. എന്തായാലും ഈ കോൺഗ്രസിലെ പുതുയുഗ യാത്ര സംഭവ ബഹുലമായെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.